ഹേവിക്കുട്ടാ ക്യാമറ റെഡിയാണോ? ഡാഡിനെ മമ്മിനെ കാണുന്നുണ്ടോ? പ്രോപ്പറാണോ? അപ്പൊ നമ്മുടെ ക്യാമറമാൻ അവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഹലോ ഗായ്സ്, നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വ്ളോഗ് വളരെ 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 സ്പെഷ്യൽ ആണ്. കാരണം പറയാം. ഞാൻ വിചാരിച്ചു നീ പറയാം. കാരണം എന്താണെന്നറിയോ, എല്ലാവരുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെയും ആഗ്രഹത്തോടെയും നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവില്ലേ? അതാണ് നമ്മുടെ ലൈഫിലും ഒരു കുറച്ച് ദിവസം മുമ്പ് നടന്നിട്ടോ യാഥാർത്ഥ്യമായിരിക്കുന്നു. നമ്മുടെ സ്വന്തമായിട്ടൊരു വീട്, നമ്മുടെ വീടിന്റെ പാലയാച്ചിലായിരുന്നു കഴിഞ്ഞ ദിവസം. ഓക്കെ, അപ്പൊ അത് ആ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ വീട് എന്നുള്ളത് ഒരുപാട് പേരുടെ സ്വപ്നമായിരിക്കും. അതുപോലെ നമ്മളുടെയും ഒരു ഡ്രീം ആയിരുന്നു. പക്ഷെ നമ്മളിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ സ്വപ്നം നമ്മളിലേക്ക് ഇങ്ങോട്ട് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ല. അതിന്റെ ടൈമാണ് ഈ കഴിഞ്ഞ ദിവസം. അപ്പൊ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും സന്തോഷമായ ആ ഒരു മൊമെന്റ്. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിലേക്ക് നമ്മൾ ഒരുപാട് പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സും പിന്നെ നമ്മുടെ ഫ്രണ്ട്സും പിന്നെ നമ്മള് ഈ പുതിയ താമസിക്കുന്ന ഇവിടുത്തെ റിലേറ്റീവ്സ് പറഞ്ഞല്ലോ, നമ്മുടെ പിന്നെ നമ്മള് ഇപ്പൊ മീൻസ് താമസിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ നെയ്ബേഴ്സും പിന്നെ നിന്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട എന്റെ സുഹൃത്തുക്കള്. അതായിരുന്നു വളരെ ഇതിലെ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഫാമിലി അല്ല, ദിനുവിന്റെ ഫാമിലി ആണെങ്കിലും നമ്മുടെ ഫാമിലി ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ ഒരു മൊത്തം ഫാമിലിന്റെ ഒരു റീയൂണിയൻ കൂടി ആയിപ്പോയി. വളരെ അതെ, അത് സത്യാവസ്ഥയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എല്ലാരും ഒന്നിച്ച് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒക്കേഷനാണ്. എല്ലാവരും അതേപോലെ നമ്മള് ബിസി അല്ലെങ്കിൽ അവര് ബിസി. പക്ഷെ എന്തായാലും അന്ന് നമുക്ക് അതിന്റെ തലേദിവസം ഭയങ്കര മഴയായിരുന്നു. അപ്പൊ ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചു. നെക്സ്റ്റ് ടൈം ഇതേപോലെ മഴയാണെങ്കിൽ ഇത്രയും ദൂരം അതെന്താണെന്നറിയോ, വാസ്തുബലി നമ്മൾ ഇങ്ങനെ ചെയ്തെന്താ വെച്ചാൽ തലേന്ന് നമ്മൾ വാസ്തുപൂജ ചെയ്തു. വാസ്തുബലി അന്ന് ഭയങ്കര മഴ അല്ലെ, ഇടിയും. എനിക്ക് തോന്നുന്നു ഈ ജൂൺ മാസത്തിലെ മഴക്കാലത്തിൽ കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ടാവും. കുറെ പേര് പറഞ്ഞു ഞങ്ങൾക്കൊന്നും മഴ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ നമ്മള് ഗണപതി ഹോമം ചെയ്തു. പിന്നെ വൈകുന്നേരം ഭഗവതി സേവ ചെയ്തു. ഓക്കെ, അപ്പൊ പിന്നെ നമ്മുടെ തിരുമേനി വന്നു. എല്ലാ കാര്യത്തിനും ഭയങ്കര കട്ട സപ്പോർട്ടായിട്ട്. നമുക്കൊന്നും അറിയില്ലായിരുന്നു ഈ രീതികളൊന്നും. പക്ഷെ അദ്ദേഹം എല്ലാം പറഞ്ഞു തന്നു. അതിനനുസരിച്ച് നമ്മൾ നിന്നു. അപ്പൊ വളരെ ഭംഗിയായിട്ട് ഗണപതി നമ്മൾ ആക്ച്വലി വിചാരിച്ചെന്നറിയാം, നമ്മൾ ഇത്രയും കാലം വർഷങ്ങളോളം നോർത്തിലായിരുന്നല്ലോ. അപ്പൊ ആ നോർത്തിലെ ഒരു ബേസായി മാറി. അപ്പൊ ആ ഒരു സിസ്റ്റം ഇവിടെ ഫോളോ ചെയ്താലെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് വരുമ്പോൾ ഒരു വേറെ സ്റ്റൈല് അല്ലേ. അപ്പൊ നമുക്കും തോന്നി ഇത് തന്നെയാണ് കുറച്ചും കൂടെ ഓക്കെ, കുഴപ്പമില്ലാന്ന്. അപ്പൊ എന്തായാലും നല്ലൊരാളെയും കിട്ടി നമുക്ക്. മീൻസ് ഈ ഹൗസ് വാമിംഗ് കണ്ടക്ട് ചെയ്യാൻ അല്ലേ. ഗണപതി ഹോമം തുടങ്ങിയത് 4 മണിക്കായിരുന്നേ ഗണപതി ഹോമത്തിന്റെ മുഹൂർത്തം. അപ്പൊ നമ്മളിവിടെ നേരത്തെ എത്തിയില്ലേ? നമ്മളൊരു 3:45 എത്തി അല്ലേ? 3:45 അതിന് മുമ്പ് എത്തിയില്ലേ? ഏകദേശം 3:30 കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം പിന്നെ ഗണപതി ഹോമം അത് കഴിഞ്ഞതും 6 മണിക്ക് പാലുകാച്ചല്. 6:30 ആയിരുന്നു മുഹൂർത്തം. 6 തൊട്ട് 7 വരെയുള്ള മുഹൂർത്തങ്ങളിലാണ് പാലുകാച്ചൽ നടത്തേണ്ടത് അല്ലേ? അപ്പൊ നമ്മളൊരു ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗൃഹപ്രവേശം കഴിയുമ്പോഴത്തേക്കും നമ്മൾ 6:20 കൃത്യമായിട്ട് പാല് കാച്ചി കേട്ടോ. അപ്പോ ഗണപതി ഹോമം ചെയ്യുന്ന അന്നാണ് നമ്മുടെ അനിയനൊക്കെ വന്നത് കേട്ടോ. ബ്രദർ വന്നു, സന്ധ്യ വന്നു, പിന്നെ അമ്മ എരുമാടുന്ന് എല്ലാവരും ഗണപതി ഹോമത്തിന്റെ സമയത്ത് അവരില്ല. ഗണപതി ഹോമത്തിന് നമ്മൾ ഇത്രയും പേരെല്ലാവരും ഉണ്ടായിരുന്നു. ഗണപതി ഹോമം കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും ഡോർ അടച്ച് എല്ലാവരും വീടിന് പുറത്തിറങ്ങണം. പിന്നെ തിരുമേനി എല്ലാ സാധനങ്ങളും ആ ഒരു സമയത്ത് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർ തന്നെ. അതിനുശേഷം ഞാൻ വിളക്കെടുത്തു, അമ്മയുടെ കയ്യിൽ കിണ്ടിയും വെള്ളവും കൊടുത്തു. പിന്നെ ദിനുവേട്ടൻ്റെ കയ്യിലുള്ള തട്ടിൽ പട്ട് വസ്ത്രം, ഗ്രന്ഥം, പിന്നെ പൈസ, പിന്നെ സന്ധ്യ ബാക്കി വെജിറ്റബിൾസ് അങ്ങനത്തെ കാര്യങ്ങൾ, ഫ്രൂട്ട്സൊക്കെ. പിന്നെ ഹേവുക്കുട്ടൻ വേറൊരു തട്ടെടുത്ത് അതിൽ തേങ്ങ, അതിൻ്റെ വാട്ടർ, പൂവ് അങ്ങനെയൊക്കെയായി. അതിനുശേഷം തിരുമേനി നമ്മളോട് പറഞ്ഞു തരാണ് കേട്ടോ എങ്ങനെയാണ് കയറേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ ആദ്യം വീട്ടിലെ സ്ത്രീകളാണ് കയറേണ്ടതെന്നാണ്. അപ്പോൾ എന്നോട് ഇടതുകാലം വെച്ചും കയറണം, അതിനുശേഷം ദിനുവിനോട് വലതുകാലം വെച്ച് കയറണം. അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? അങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു എന്താ പറയുക. എന്നിട്ട് ഈ ആചാര്യൻ തന്നെയാണ് നമുക്ക് ഡോർ തുറന്നു തരിക. അതിനുശേഷം നമ്മൾ അകത്തേക്ക് കയറി ബാക്കി എല്ലാവരും നമ്മളെ കൂട്ടത്തിൽ കയറിയിട്ടോ. അപ്പോൾ 1, 2, 3, 4, 5 തട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ
ഒരു അഷ്ടമംഗല്യ തട്ടുകൂടി ഉണ്ട്. അതാണ് ദിനുവേട്ടൻ കൊണ്ടുവന്നതിലാണ്. അതിൽ കുങ്കുമം എല്ലാ സംഭവങ്ങളും അതിലുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ പാല് കാച്ചലിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നു. ഇതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും ഹൃദയമിടിപ്പ് കിട്ടിയ ഒരു മൊമെൻ്റ് ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ ആദ്യം തന്നെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, എപ്പോഴാണ് പാല് തിളച്ച് പൊങ്ങുക, അങ്ങനത്തെ ഒരു ഫീലിംഗ്, പൊങ്ങുമോ, ഏത് സൈഡിലേക്കാണ് വരിക, അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു മനസ്സിൽ. നമ്മൾ പ്ലാവിൻ്റെ വിറകാണ് ഇതിന് കത്തിക്കാൻ ഉപയോഗിക്കുക. അതിനുശേഷം തിരുമേനിയാണ് പറഞ്ഞ ഉരുളിയിൽ ചെയ്യാൻ, ഉരുളി ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ ചെയ്ത് തരുന്നു. അപ്പോൾ പറഞ്ഞു ഓക്കെ നമുക്കെന്നാ അതുണ്ടെങ്കിൽ അതിൽ തന്നെ കത്തിച്ചോളാന്ന് വിചാരിച്ചു. ഞങ്ങളൊരു സ്റ്റീൽ പാത്രം ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഉരുളിയിൽ തന്നെ പാല് കാച്ചി. അതിനുശേഷം പിന്നെ എല്ലാവരും ഇത് തിളയ്ക്കാനും പൊങ്ങാനും വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പായി. ഉരുളി ആയതുകൊണ്ട് തന്നെ ഇതിൽ ചൂട് പിടിക്കാനും ഒക്കെ ഇങ്ങനെ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ മൺപാത്രമൊക്കെ ആയിരിക്കും കുറച്ചുകൂടി നമുക്കൊരു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് പെട്ടെന്ന് ഇങ്ങനെ പാല് തിളച്ച് പോകുമല്ലോ. അതിനുശേഷം പിന്നെ ഉണ്ണി എല്ലാ വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടാൻ കാരണം അവനാണ് കേട്ടോ. അവനാണ് എല്ലാ വീഡിയോസും കൃത്യമായിട്ട് നമുക്ക് പകർത്തി തന്നത്. പിള്ളേരോട് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരുടെ ആക്ഷൻസ് ആണ് അതൊക്കെ. ഇതൊക്കെയാണ് നമ്മളുടെ തട്ടിലുണ്ടായിരുന്നത്. അഷ്ടമംഗല തട്ടാണ് കേട്ടോ. അഷ്ടമംഗല തട്ട്, അതിൽ വാൽക്കണ്ണാടി അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. കുങ്കുമം, പിന്നെന്താണ് മണക്കുന്ന ഡോബ് സ്റ്റിക്ക്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സന്ധ്യയും പിള്ളേരായിട്ടുള്ള സന്ധ്യയും കുട്ടിയും തമ്മിലൊരു പ്രത്യേക കെമിസ്ട്രിയാണ്. അപ്പോൾ അവർ തമ്മിൽ ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് ഫ്രീ ആയി. അത്ര നേരം എൻ്റെ കയ്യിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു പാല് കാച്ചുന്ന സമയത്തൊക്കെ. അതിനുശേഷം പിന്നെ പാല് കാച്ചലെല്ലാം കഴിഞ്ഞു. പിന്നെ അതിൽ കുറച്ച് അത് പായസമാക്കി മാറ്റി. എന്നിട്ട് ഗണപതി ഹോമം കഴിഞ്ഞ ആ ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അതിനുശേഷം പിന്നെ തണുത്ത ശേഷം നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്യാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാനിനി നമ്മുടെ പൂജാമുറി മേലെയാണ് കേട്ടോ. അപ്പോൾ ഒരു കൃഷ്ണന് ഇതിൽ കണ്ടല്ലോ, അതൊക്കെ നമ്മുടെ പൂജാമുറിയിലേക്ക് വേണ്ടിയിട്ട് ഉള്ള കൃഷ്ണനും നമ്മുടെ വിഗ്രഹങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ മേലെ പൂജാമുറിയിൽ ഇനി വിളക്ക് കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഒന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് പൂജാമുറി ഒരുക്കിയെന്നല്ലാണ്ട് ഭഗവാനെ ഒന്നും നമ്മളവിടെ വെച്ചിട്ടില്ല. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഒരു തുടക്കം കൂടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വിളക്ക് വെച്ചു. അതിനുശേഷം ദിനുവേട്ടൻ്റെ കയ്യിലായിരുന്നു കൃഷ്ണൻ ഉണ്ടായിരുന്നു. ഈ കൃഷ്ണൻ നമ്മൾ ഗണപതി ഹോമം നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് നമ്മൾ പൂജിച്ചതാണ് കേട്ടോ. ഇപ്പോൾ മുമ്പ് ഉപയോഗിച്ചല്ല, നമ്മളിപ്പോൾ വാങ്ങിയതാണ് ഭഗവാന്റെ വിഗ്രഹം. അതിനുശേഷം പിന്നെ രണ്ട് അമ്മമാരും, ഒരാൾ ഗണപതി ഒരു സ്ഥലത്ത് വെച്ചു, പിന്നെ അമ്മ ലക്ഷ്മി ദേവിയുടെ ആ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു, ചെറിയൊരു ഐഡൽ ഉണ്ടായിരുന്നു, അത് വെച്ചു. അങ്ങനെ അവർ ആ കാര്യം കൊണ്ട് ചെയ്തു. ഇത് ശരിക്കും ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ ഈ പാല് കാച്ചൽ എന്നൊക്കെ പറയുന്നത്. എല്ലാവരും കൂടി ചേരുമ്പോഴാണ് അതിന് ആ ഒരു ഭംഗി ഉണ്ടാകുന്നത്. ഇവർ രണ്ടുപേരും കൂടി നമ്മുടെ ബുദ്ധന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്ലേസാണ്. ശ്രീ ബുദ്ധൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നമുക്കിങ്ങനെ കയറുന്നതിനൊരു പോസിറ്റീവ് വൈബ് കിട്ടണം എന്നുള്ള ഒരു ഫീലിങ്ങിൽ ലിവിങ് റൂമിൽ തന്നെ, ലിവിങ് റൂമിൻ്റെ സൈഡായിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ്, ഒരു വേറെ കോർണറിലേക്ക് മാറിയിട്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ബുദ്ധനെ ഇരുത്താനുള്ള ആ ഒരുക്കങ്ങളിലേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഏരിയ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പം അമ്മ സഹായിക്കുന്നുണ്ട്. പിന്നെ ദിനുവേട്ടൻ കുറച്ച് ദിനുവേട്ടനാണ് ഫുൾ ടൈം ഈ ഓട്ടം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓടി 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 ഏകദേശം നല്ല വീടിൻ്റെ ആ ഒരു എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം റിസ്ക് നമുക്കറിയാമല്ലോ, എത്രമാത്രം ഓടാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ഉണ്ടാകുന്നുള്ളത്. മറ്റു ചെറിയ പോലെ തോന്നുന്നു അല്ലേ? എനിക്ക് അതുപോലെയൊക്കെ തോന്നുന്നു. പോലെയല്ലല്ലോ, അല്ല എല്ലാവരും പറയും ദിനുവേട്ടൻ്റെ ഫോട്ടോ കോപ്പിയാണ്. ദീനുവിനെ പോലെയാണ് എല്ലാവരും പറയും ഇങ്ങനെയൊക്കെയാണ് ആള്. പക്ഷെ വികൃതിയാ ചോദിക്കും, നിൽക്കില്ല. പോയോ ജുവാനോട് പോയി? ആ ആ ആകസ്മികമായി വന്നത്. ആകസ്മികമായിട്ട് വന്നല്ലേ? ഇത് വരും എന്ത്
ആണ്. പിന്നെ ഇപ്പൊ ഗണപതി ഹോമം കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു ഒന്ന് പോയി. ചെറുതായിട്ട് ഫ്രീ ആവുന്ന ടൈമൊക്കെ കിട്ടി, ഫ്രഷ് ആയി. അതിനുശേഷം പാർട്ടിക്കുള്ള 11:30 പാർട്ടിക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ടു. വലിയ ആർഭാടമൊന്നും അല്ലെ, നമ്മള് നല്ല സിമ്പിൾ ആയിട്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ഞങ്ങള് വിചാരിച്ചതായിരുന്നു സിമ്പിൾ ആയിട്ട് മതി. വീട്ടിൽ നിന്ന് എല്ലാവരും വന്നല്ലോ ഇതിന് സ്റ്റേ ചെയ്യാൻ. എത്തി മക്കള് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, ഏട്ടന്മാര്. അങ്ങനെ ഒരു നല്ല ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി അതങ്ങത്. അതിനുശേഷം പിന്നെ ഈവനിങ്ങിലാണ് ഭഗവതി സേവ വെച്ചത്. നമ്മള് ഫുഡൊക്കെ ഓർഡർ ചെയ്തതാണേ, സദ്യ നമ്മൾ ഓർഡർ ചെയ്തു. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫുഡ്, ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കുറെ ഭക്ഷണം കുറച്ച് ബാക്കി വന്നപ്പോ നമുക്ക് നെയ്ബേഴ്സ് നല്ല സിമ്പിൾ നെയ്ബേഴ്സ്, വീഡിയോ എടുക്കുമ്പോ എല്ലാവരും കാണും. നമ്മളിവിടെ വന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര അതിശയായിരുന്നു. അയ്യോ ഞങ്ങൾ വീട്ടിന്റെ അടുത്ത് ഞങ്ങള് വീഡിയോസ് കാണുന്നത്. അപ്പൊ അതപ്പോ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അപ്പൊ വീഡിയോയും കൂടി എല്ലാം എന്താ പറയാ, ഞാൻ പറഞ്ഞിട്ടോട് പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞു അവരൊക്കെ വളരെ ഹാപ്പി ആയി എന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ ഈ വീഡിയോസ് അപ്പൊ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ വന്ന ശേഷം ഞങ്ങൾ ഒന്നുകൂടി കാണാൻ തുടങ്ങി വീഡിയോസ് എന്ന് പറഞ്ഞു. ആദ്യം കാണായിരുന്നു, നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ കൂടുതൽ കാണാൻ തുടങ്ങി. അപ്പൊ അവരൊക്കെ ഇപ്പോഴും വീഡിയോ കാണും. അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഹാപ്പി ആൻഡ് കൂൾ ടീമാണ് കേട്ടോ അല്ലേ, എല്ലാവരും വളരെ എന്താ കഥ പറയുന്നത് മൂന്നാളും കൂടി? സത്യമാണ്, നമ്മൾ ആഗ്രഹിച്ച കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് ഒരു വീട് എന്ന് പറയുമ്പോൾ. നമ്മൾ എന്തൊക്കെയാ, ഞങ്ങൾക്ക് ഒറ്റ സിംഗിൾ ആയിട്ട് ഒരു വലിയൊരു 10-30 സെന്റിലൊരു വീട് വേണ്ട എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ. നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള എല്ലാവരും നമുക്ക് എന്താ പറയാ, നമുക്കൊരു സപ്പോർട്ടിനാണെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിൽ കൂടെ ഉണ്ടാവണം അല്ലേ. അത് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ടീമാണ്. നമ്മൾ അങ്ങനെ തന്നെ ആയിരുന്നു. ഏതെങ്കിലും ഫേസ് മിസ്സായോ? സെപ്പറേറ്റ് ആവണ്ട, അങ്ങോട്ട് കയറുന്ന. പിന്നെ നമുക്കൊരു വില്ല ആയിരിക്കണം എന്നാണ്, ഒരു വില്ല അല്ലെ. അതിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആൾക്കാരെ കിട്ടും, കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ എല്ലാ സെലിബ്രേഷനും നമുക്ക് ചുറ്റും തന്നെ എല്ലാവരും ഉണ്ട്. അങ്ങനത്തെ വിചാരങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് നടക്കുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ചുറ്റുപാടിൽ നമ്മളെത്തി. പിന്നെ നമ്മളൊരു കുഞ്ഞ് ക്യൂട്ട് ഹൗസ് ആണ്. വന്നവരൊക്കെ പറഞ്ഞു നിങ്ങൾ ഹാപ്പി ആൻഡ് കൂൾ പോലെ തന്നെ വളരെ ക്യൂട്ട് കുഞ്ഞ് വീട്. ഭയങ്കര സന്തോഷമായി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. നിഷ്ഠോദാശോദശമിനി നിർലോകാലോകനാശിനി നിസംശയാസംശയഗ്നി നിർഭവാമോനാശിനി നിർവികൽപാതിരാപാദ നിർഭേദ സമതാനിവർജിത സർവശക്തിമയീ സർവമംഗളാ സദ്യദീപ്രദ സർവേശ്വരീ സർവമയീ സർവമന്ത്രസ്വരൂപിണി രാമാരമണലംബള കാമ്യാ രാമകലാരൂപാ കദംബകുസുമപ്രിയ കല്യാണീ ഗതി ഗന്ധ കരുണാരസസാഗര കലാവതി കലാലാഭ കാതാദാദംബരി പ്രിയ വരദാ വാമനയന വാൽമീ മധുവിഹ്വല വിശ്വാധികാവേദ്യ വിദ്യാചരനിവാസിനി വിധാത്രീ വേദജനനി വിഷ്ണുമായാ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രക്ഷി ക്ഷേത്രജ്ഞമാലിനി പിന്നെ വൈകുന്നേരം ഭഗവതി സേവ ചെയ്തു കേട്ടോ. അത് നമ്മളിപ്പോ ഹൗസ് വാമിങ് ചെയ്യാനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കും അറിയില്ലായിരുന്നു ഇതിനെ കുറിച്ച്. അപ്പൊ തിരുമേനി പറഞ്ഞാണ് അല്ലെ, ഗണപതി ഹോമം കഴിഞ്ഞ് ലക്ഷ്മി പൂജ ചെയ്യുന്നത് നല്ലതാണ്. ചിലര് രാവിലെ തന്നെ ചെയ്യും, നമ്മള് ഈവനിങ് ആണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേറൊരു ദിവസം നമ്മുടെ ഗസ്റ്റിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. പക്ഷെ
നമ്മൾ വലിയൊരു ഫംഗ്ഷൻ ഒന്നും നടത്തും അല്ലാത്തതുകൊണ്ട് നമുക്ക് അന്ന് തന്നെയാണ് ഒരു അന്ന് നമുക്ക് കറക്റ്റ് സമയം എല്ലാവരും കിട്ടും. എത്തിക്കഴിയുമ്പോൾ നമുക്ക് രാവിലത്തെ ഗണപതി ഹോമം, അത് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ചെറുത്, അത് പുതിയ കഴിയുമ്പോഴത്തേക്കും സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മളെ പുതിയ എല്ലാവരും പരിചയം, നമുക്ക് അന്ന് തന്നെ എല്ലാവരെയും പരിചയപ്പെടുകയും ചെയ്യാം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അന്ന് തന്നെ ഫംഗ്ഷനും കൂടി വെച്ചത്. അതെ. പിന്നെ ഗണപതി ഭഗവതി സേവയൊക്കെ നല്ല ഭംഗിയായിട്ട് വളരെ നല്ല രീതിയിൽ അത് നടന്നു അല്ലെ. നല്ല ഗ്രാൻഡ് ആയിട്ട് സന്തോഷത്തോടു കൂടി പൂജകളൊക്കെ കഴിഞ്ഞു. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ യുവിനെ കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി, പക്ഷെ ആ വാസ്തുപൂജന്റെ യുവി നന്നായിട്ട് കളിപ്പിച്ചു, കരഞ്ഞു ബഹളം വെച്ച് അല്ലേ. അന്നാണെങ്കിൽ പുറത്ത് ഭയങ്കര മഴയും. പക്ഷെ ഭഗവതി സേവന്റെ ആ സമയത്ത് വൈകുന്നേരമാണ് മഴ ഉണ്ടായിരുന്നത് അല്ലേ, രാത്രിയിലെ വാസ്തുപൂജ. പിന്നെ ഭഗവതി സേവയുടെ ദിവസം യുവിക്കുട്ടിയാണെങ്കിലും വലിയ ഡിസ്റ്റർബ്, അവൾക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷം പോലെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയി നിൽക്കും, നമ്മളെയൊക്കെ നോക്കി ചിരിക്കും, പിന്നെ വന്നിരിക്കും. അങ്ങനെയൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ ആ ഒരു ദിവസം ഞങ്ങളുടെ പുതിയ വീട്ടിലുള്ള താമസം നമ്മള് അങ്ങനെ ആരംഭിച്ചു. ഓക്കെ, അപ്പൊ ആ ഒരു വിശേഷം നിങ്ങളോട് പങ്കുവെക്കാനുള്ളതാണ് ഈ ഹൗസ് വാമിംഗ് വീഡിയോ. അപ്പൊ എല്ലാവരും നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ കൂടെ നിക്കണം എന്ന് വിശ്വസിക്കുന്നു. പിന്നെയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഇവിടെ നേരിടുന്നുണ്ട് ഗൈസ്. അപ്പോ ഇതുപോലെ നമ്മൾ ഒരു വീട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, വീട് പണി നടത്തുന്നവരുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് കാത്തിരിക്കുന്നവരുണ്ടാവും, ഹൗസ് വാമിങ്ങിന് വേണ്ടി വെയിറ്റ്. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, പെട്ടെന്ന് അത് സാധിക്കട്ടെ, അതുകൂടി നമ്മൾ വിഷ് ചെയ്യാണ് കേട്ടോ. എല്ലാവരുടെ ഡ്രീമും നമ്മുടെ ഡ്രീമും ഇതുപോലെ നമ്മുടെ കയ്യിൽ എത്തിയ പോലെ എല്ലാവരിലേക്കും ആ സ്വപ്നം സാക്ഷാത്കരിച്ച് എത്താൻ ഈശ്വരന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പൊ എന്നാലും അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിന്റെ പാലുകാശൽ വിശേഷങ്ങൾ. ഇനി വീടിന്റെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരാം. എന്നാ ശരി, ഓക്കെ, ബൈ.